AP അനിൽകുമാർ ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന്റെ പ്രധാന ചുമതലയിലുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം കണക്കാക്കിയിരുന്നത് 5 ലക്ഷം എന്ന വലിയ ഒരു ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ പോളിംഗിലുണ്ടായ കുറവ് 65% താഴേക്ക് പോളിംഗ് എത്തിയപ്പോൾ എല്ലാ പ്രതീക്ഷകളും എല്ലാ മുന്നണികൾക്കും ഒരുപോലെ തന്നെ അത് താളം തെറ്റിക്കുന്നതായിരുന്നല്ലോ. എത്രയാണ് ഇപ്പോൾ UDFന്റെ ഒരു പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോൾ ചെയ്ത വോട്ടിന്റെ ഏതാണ്ട് 67-68% വോട്ടും പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങളുടെ വിലയിരുത്തലുകളും തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വിലയിരുത്തലുകളുടെ ഭാഗമായി ഞങ്ങളെ സംബന്ധിച്ചുള്ള 65 മുതൽ 68 വരെ ഉള്ള വോട്ടിംഗ് ശതമാനം അത് 68 എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രത്തോളം വോട്ടിംഗ് പെർസെന്റേജ് അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ പോൾ ചെയ്ത വോട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനനുസരിച്ചുള്ള റിസൾട്ട് തന്നെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 65-68% എന്ന് പറയുമ്പോൾ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം വരും. 4 ലക്ഷത്തിലധികം ഞങ്ങൾ പ്രതീക്ഷിക്കും. 2019 ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതിന് മറികടക്കുന്ന ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പോളിംഗിലെ കുറവ് അന്ന് തന്നെ എല്ലാവരും കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. എന്താണ് ഇത്ര ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി ബൂത്തിൽ നിന്നുള്ള കണക്കെല്ലാം ലഭിക്കുമ്പോൾ അതിന്റെ ഒരു കാരണമായി വിലയിരുത്തും? ഞങ്ങൾ വളരെ താഴെത്തട്ടിൽ അതിന്റെ വിലയിരുത്തൽ നടത്തി. വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് താഴെത്തട്ടിൽ നിന്ന് ലഭിച്ചു. പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് CPM ഇടതുപക്ഷ കേന്ദ്രങ്ങളിലുണ്ടായ മരവിപ്പ്, അതുപോലെ തന്നെ BJP കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ള ഒരു മരവിപ്പ്. ഈ 2 ഘടകങ്ങളും 2 പേർക്കും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വളരെ താഴോട്ട് അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് താഴോട്ട് വരും. ഈ 2 ഘടകങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങളുമുണ്ട്. കാരണം പൊതു ഒഴിവുണ്ടായിരുന്നില്ല, വയനാട് മാത്രമായിരുന്നു ഒഴിവ്. മറ്റ് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കുട്ടികൾക്ക് വോട്ട് ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവുമില്ലാതെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ചെറിയ ഒരു ഘടകമായിട്ടുണ്ടോ എന്നൊരു സംശയവും ഞങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. 2019 രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നു. 2024 ഭരണത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എത്തുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വയനാട്ടിലെ ഫലം വളരെ നിർണായകമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാം ഭരണത്തിൽ ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു വിലയിരുത്തൽ ഈ ഒരു പോളിംഗ് ശതമാനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവേണ്ട ചില നെഗറ്റീവുകളുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പ്രചരണ രംഗത്ത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ, അവിടെ പ്രചരണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് എല്ലാ വിഭാഗീയതകൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിപ്പിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു പ്രചരണ ശൈലി കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വലിയ സ്ഥാനം പിടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ വോട്ടായി മാറും. പോൾ ചെയ്ത വോട്ടുകളിൽ അതുകൊണ്ടാണ് ഞങ്ങൾ 68% വരെ വോട്ട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് ലഭ്യമാകും എന്ന് പറയാൻ കാരണം. വഖഫ് വിഷയത്തിൽ BJP നടത്തിയ പ്രചാരണം, അതുപോലെ തന്നെ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് എന്ന LDFന്റെ പ്രചാരണം, ഇത് രണ്ടും ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനെ പ്രകടമായിട്ട് അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ CPMന് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. CPM അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു CPM കേന്ദ്രങ്ങളിൽ ഒരു മരവിപ്പ് നമുക്ക് പ്രകടമായിരുന്നു. അതുകൊണ്ട് പ്രചരണ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലുള്ളതുപോലെ പ്രചരണ രംഗത്തും അത്ര സജീവമായിരുന്നില്ല. സ്വാഭാവികമായി ദേശീയ തലത്തിലുള്ള നേതാവ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം. അതിനകത്ത് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു സ്വീകാര്യത വളരെ വലുതായിരുന്നു. എനിക്കറിയാം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഒരു സ്വീകാര്യത ഞങ്ങളുടെ UDF വോട്ടുകൾക്കപ്പുറത്ത് മതനിരപേക്ഷ വോട്ടുകൾ ലഭിച്ചു. അതുപോലെ അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിനപ്പുറം സ്ത്രീകളുടെ ഒക്കെ ഒരു വലിയ പിന്തുണ എല്ലായിടത്തും കാണാൻ കഴിഞ്ഞിരുന്നു. അത് CPM തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വഖഫ് വിഷയത്തിൽ നടത്തിയ പ്രചാരണം, NDA നടത്തിയ പ്രചാരണം, അത് ക്രിസ്തീയ വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെ ഉണ്ടോ? അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു പ്രചാരണമാണ്. കാരണം എന്റെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ പോളിംഗ് കുറഞ്ഞു. തൊട്ടടുത്തുള്ള ഏറനാട് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞു. അതുപോലെ മറ്റ് പല മണ്ഡലങ്ങൾ, അതായത് വളരെ
ഈ പറയുന്ന രീതിയിൽ സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ഇന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രചരണത്തിന് വിധേയമാകാത്ത സ്ഥലങ്ങളിൽ പോലും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക കാരണം എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്നാണെങ്കിലും നല്ല ഒരു ഭൂരിപക്ഷം, 4 ലക്ഷത്തിന് മുകളിൽ ഒരു വലിയ ഭൂരിപക്ഷം തന്നെ. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷം ലഭിക്കും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഏറ്റവും നല്ല ഭൂരിപക്ഷമായിരിക്കും ഇത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാടും ചേലക്കരയും അങ്ങയുടെ ഒരു പ്രതീക്ഷ? പാലക്കാടും ചേലക്കരയിലും നല്ല ഭൂരിപക്ഷത്തിന്. പാലക്കാട് വളരെ വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഷാഫിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 4000 താഴെ വോട്ടിനാണ് ഷാഫി ജയിച്ചെങ്കിൽ പ്രാവശ്യം 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ കേരളത്തിലെ നിയോജകമണ്ഡലങ്ങളൊന്നാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും UDF വളരെയധികം മുന്നിലോട്ട് വന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരു നല്ല വോട്ടിന് അവിടെയും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പിടിച്ചാൽ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് ഇതിനെ, അല്ലെങ്കിൽ വിധിയെഴുത്തായിട്ട് അതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത് ഈ 2 മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലും ആ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനവും അവർ വിനിയോഗിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിന്ന് വ്യത്യസ്തമായി പാലക്കാട് CPM-ന്റെ നിലപാട് എങ്ങനെ BJP-യെ വിജയിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് അവർ ആദ്യം മുതൽ തന്നെ ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനാവശ്യമായ കരുക്കൾ നീക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ CPM തന്നെ ജയിക്കാൻ വേണ്ടി അങ്ങേയറ്റം എല്ലാ ഭരണയന്ത്രങ്ങളും ദുരുപയോഗം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ കണ്ടത്. പക്ഷേ അവിടുത്തെ റിസൾട്ടും തീർച്ചയായിട്ടും CPM-ന് എതിരാകുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ വിലയിരുത്തലുള്ളത്.